തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈഫ് മിഷൻ വീടുകളിൽ PMAY പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങി നിർമ്മിക്കുന്ന വീടുകളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കും എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എവിടെ ഫോട്ടോ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, മോദിയുടെ ഫോട്ടോ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്തിനാണ് ഇങ്ങനെ കള്ളവാർത്ത കൊടുക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചു. ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം. എന്നാൽ അദ്ദേഹം അതേ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ച ഒരു കാര്യമുണ്ട്. അത് എംബ്ലം വെക്കും എന്നാണ്. PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വലിയ എംബ്ലം ചിത്രം വീടിന് മുന്നിൽ വെക്കും എന്ന് വെച്ചാൽ ചാപ്പയടിക്കും വീടുകൾക്ക് എന്ന്. ചാപ്പയടിച്ച് മാത്രമേ ഇനി വീടുകൾ നിർമ്മിക്കുകയുള്ളൂ, നൽകുകയുള്ളൂ എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചതിനപ്പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചാൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ല. ഇത് ഈ പറയുന്നതിൽ പ്രധാനമന്ത്രി EMS ഭവന പദ്ധതി, ഇതിനകത്ത് നരേന്ദ്രമോദിന്നോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ പേര് പോലും ഇല്ല. ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. അതിനപ്പുറത്ത് വേറൊരാളുടെ ഫോട്ടോ ഇല്ല. 1 ലക്ഷത്തിലാനം ആളുകളുടെ വീടുകൾ പുതുതായിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിൻ്റെ പേരിൽ ഈ ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞിട്ടൊന്നും അത് തടയുന്നത് സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ നിർമ്മിച്ച വീടുകൾക്ക് ചാപ്പയടിക്കുമോ, പുതിയ വീടുകൾക്ക് മാത്രമാണോ ചാപ്പയടി? ഇതാണ് ചോദ്യം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം വീടുകളാണ് കേരളത്തിൽ നിർമ്മിച്ചത്. അതിൽ 1,60,000 വീടുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിച്ചത്. PMAY പ്രകാരം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ചത് 1,60,000 വീടുകൾക്കാണ്. അതിൽ നഗരത്തിൽ 1,28,000 വീടുകളും ഗ്രാമങ്ങളിൽ 36,000 വീടുകളും നിർമ്മിച്ചിട്ടുണ്ട്. ആകെ 1,60,000 വീടുകൾ. ഈ വീടുകൾക്ക് മുന്നിൽ ചാപ്പയടിക്കുമോ? ഇതാണ് ഇനി അറിയേണ്ടത്. അതല്ല, UDF സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് മാത്രമേ ചാപ്പയടിക്കുകയുള്ളൂ, അതും കൂടി അറിയേണ്ടതുണ്ട്. അതാണ് വിശദീകരിക്കേണ്ടത് കെ.എം. ഷാജി. ഒരു കാര്യം ഉറപ്പ്, വീടുകൾക്ക് ചാപ്പയടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പ്രകടമാണ്, കൃത്യവുമാണ്. ഏത് വീടുകൾക്ക് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. നേരത്തെ നിർമ്മിച്ച വീടുകൾക്കുണ്ടോ, ഇനി വരാനിരിക്കുന്ന വീടുകൾക്കാണോ എന്നത്. ഇപ്പോൾ തന്നെ കെ.എം. ഷാജിയെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരണം നടക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുമെന്ന് മന്ത്രി പറഞ്ഞില്ലല്ലോ, എന്തിനാണ് അത്തരം കള്ളപ്രചാരണം നടത്തുന്നത് എന്ന ചോദ്യവുമായിട്ടാണ് സൈബർ ഇടങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വരുന്നത്. അതല്ല, ഇത് കെ.എം. ഷാജിക്ക് വേണ്ടി പണിയെടുക്കുന്ന PR ടീമാണോ എന്നാണ് അറിയേണ്ടത്. കാരണം മുസ്ലിം ലീഗ് പ്രവർത്തകനും ഈ വീട് ലഭിക്കും. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ മുന്നിൽ ഒരു ചാപ്പയുണ്ടാകും, ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടാണ് എന്ന്. കൂട്ടുകാരെ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് അതൊരു നാണക്കേടാകാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് ഒരു കല്യാണ ആലോചന വരുമ്പോൾ ഈ വീട് സൗജന്യമായി ലഭിച്ചതാണ് എന്ന് ഈ ബോർഡ് വിളിച്ചു പറയും. അത് ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു വ്യക്തിയുടെ. അതുകൊണ്ട് തന്നെയാണ് LDF സർക്കാർ അത്തരം ഒരു ചിഹ്നവും വീടിന് പാടില്ല. ആ വീട് അവരുടേതാണ്, അത് അവരുടെ അവകാശമാണ്, ആരും നൽകുന്ന സൗജന്യമല്ല എന്ന ബോധം അവരുടെ മനസ്സിലുണ്ടാകണം. ആത്മാഭിമാനം അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് ഒരു എംബ്ലവും ഒരു ചിഹ്നവും ഒരു എഴുത്തും വീടുകൾക്ക് ഉണ്ടാകില്ല എന്ന്. അങ്ങനെ നിർമ്മിച്ചിരുന്നു കേരളത്തിൽ 5 ലക്ഷത്തോളം വീടുകൾ. ആ വീടുകൾ ഇപ്പോഴും ഉണ്ട്, തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ. 1,60,000 PMAY പ്രകാരം നിർമ്മിച്ച വീടുകൾ തന്നെയുണ്ട്. PMAY എന്ന് പറയുമ്പോൾ എല്ലാ തുകയും കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് എന്ന് കരുതേണ്ട. നഗരങ്ങളിൽ 1,50,000 രൂപയും ഗ്രാമങ്ങളിൽ 72,000 രൂപയുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ശേഷിക്കുന്ന പണം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ഉറച്ച നിലപാടെടുത്തു. കേന്ദ്രം പണം തന്നില്ലെങ്കിലും വേണ്ട, ആ പണം ഞങ്ങൾ എടുത്തുകൊള്ളാം, പക്ഷേ ഒരു എംബ്ലവും ഒരു ചിഹ്നവും എവിടെയും പതിപ്പിക്കില്ല എന്ന്. അതാണിപ്പോൾ മാറ്റം വരുത്താൻ പോകുന്നത്, അതാണ് മാറ്റുന്നത്. ഇത് കെ.എം. ഷാജിയുടെ മാത്രം തീരുമാനമാണോ, അതല്ല UDFന്റെ തീരുമാനമാണോ,
മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരമാണോ കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാനാണോ ഈ തീരുമാനം എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരുമായി അൺഎത്തിക്കലായ ഒരു ഏറ്റുമുട്ടലിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കെ.എം. ഷാജി. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ല. പറഞ്ഞത് കെ.എം. ഷാജിയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായി ഒരു ഏറ്റുമുട്ടലിലും ഞങ്ങളില്ല കേന്ദ്ര സർക്കാരുമായിട്ട് എന്ന്. റോജി എം. ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിനും ഞങ്ങളില്ല എന്ന് വെച്ചാൽ ഗവർണർ നിങ്ങളുടെ പണിയെടുത്തോ, ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിച്ചോ, കേന്ദ്ര സർക്കാർ നിങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കിക്കോ, ഞങ്ങൾ ആരും എതിർക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ PMAY പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ചാപ്പയടിക്കാൻ കെ.എം. ഷാജി തീരുമാനിച്ചതും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നതും.